ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൂകാംബിക പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഈ വർഷം നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മൂകാംബികയിലേക്ക് പോകുന്നത്. സ്നാക്സ് കഴിക്കലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുരുടേശ്വർ പോകുന്നത് സെക്കൻഡാണ്. നമ്മൾ മൂകാംബിക പോയി വൈകുന്നേരം കേട്ടോ മുരുടേശ്വർ പോയി. അത് രണ്ടാമത് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ആദ്യമായിപ്പോയി. സോറി ഗൈസ്. നമ്മൾ ശനിയാഴ്ച രാവിലെ എത്തി റൂമൊക്കെ എടുത്ത് ഫ്രഷായി നമ്മൾ ദേവിയെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞുള്ള അമ്പലത്തേക്ക് നടക്കുന്ന ഭാഗമാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇതാ തക്കുടുവിൻ്റെ പട്ടുപാവാട, പിന്നെ ഇതാ ചേച്ചിയും ഏട്ടനും ഉണ്ട് കൂടെ. നല്ല അത്യാവശ്യം പുറത്തുനിന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെരുപ്പെല്ലാം വെച്ച് കാലൊക്കെ കഴുകി നമ്മൾ അകത്തേക്ക് പോകാൻ നേരം പൂവൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇതേ പൂവ് വാങ്ങിച്ച് വരുന്നത് ഞങ്ങളുടെ ചേച്ചി. അപ്പോൾ ഇതേ പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ അകത്ത് കയറാൻ നിൽക്കുകയാണ്. അകത്ത് കയറിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പുറത്തുള്ളതിനെക്കാട്ടി ഇരട്ടി ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മൾ ക്യൂ നിന്ന് ദേവിയെ തൊഴാൻ നിൽക്കാതെ ആദ്യം എഴുത്തിനെടുത്താൻ നോക്കി. കാരണം വെച്ചാൽ നമ്മൾ ഏകദേശം 10 മണി ആവാറാകുമ്പോഴാണ് നമ്മൾ അകത്ത് കയറിയത്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ ട്രെയിൻ 5:30 എത്തേണ്ട ട്രെയിൻ 7 മണിക്കാണ് ബൈന്ദൂർ എത്തിയത്. അവിടെ നിന്ന് പിന്നെ സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി റൂം എടുത്ത് ഫ്രഷായി വരുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ടാണ് കയറി. കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാതെ കയറാനും പറ്റില്ല. ഒരു 9:30 ആയി ഭക്ഷണം കഴിച്ചിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേനും. അപ്പോൾ പിന്നെ 11 മണി വരെ നമുക്ക് എഴുത്തിനിരുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പരിപാടി ആദ്യം ചെയ്തു കേട്ടോ. അപ്പോൾ അത് ചേച്ചി ഏട്ടന് പിള്ളേരെ എഴുത്തിനിരുത്താണ്. എഴുത്തിനൊക്കെ ഇരുത്തി കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ക്യൂ കുറച്ചൊന്നും ആയിരുന്നില്ല, നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഒരു 10-15 മിനിറ്റ് നിന്നപ്പോൾ മനസ്സിലായി ഇത് ഒരു നേരമാവുമെന്ന്. അപ്പോഴാണ് സ്പെഷ്യൽ പാസിൻ്റെ കാര്യം ഓർത്ത് കേട്ടോ. നമ്മൾ വേഗം ഒരാൾക്ക് 100 രൂപ എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ പാസ് എടുത്ത് ദേവിയെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. കുട്ടികളെയും കൊണ്ട് നിൽക്കുമ്പോൾ വേറെ വഴി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിന് നമുക്ക് ചെയ്യാനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റുള്ള പൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നേരമൊക്കെ കണ്ടു. അതായത് നമ്മൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയത്. സൗപർണിക പോകാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമ്മൾ അതിന് പകരം നേരെ മുരുടേശ്വരിലേക്കാണ് പോയത്. അവിടെ നിന്ന് 1 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തേക്കാവേ. അപ്പോൾ അതൊന്നും എല്ലാവരും കാണണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരും. ഓക്കെ, ബൈ.